ഗുഡ് മോർണിംഗ്. ഓസിലേറ്റേഴ്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് കേട്ടോ ഇന്ന് പഠിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞത്? ഹാർട്ട്ലി ഓസിലേറ്റർ. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കോൾപിറ്റ്സ് ഓസിലേറ്ററാണ്. ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഏറ്റവും പ്രധാനം ഹാർട്ട്ലി എന്ന് എഴുതുമ്പോൾ HARTLEY എന്നല്ലേ, ഹാർട്ട്ലി എച്ച്. അപ്പോൾ എച്ച് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി. അപ്പോൾ ഹെൻറി നമ്മൾ ഡിനോട്ട് ചെയ്യണത് എച്ചിലാണ്. അപ്പോൾ നമുക്ക് പറയാം ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഇൻഡക്റ്റീവ് ഫീഡ്ബാക്ക് ഒന്ന് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. എച്ച് ഹാർട്ട്ലി, അപ്പോൾ ഇൻഡക്റ്റീവ് ഫീഡ്ബാക്ക്. അതുപോലെ അടുത്തത് കോൾപിറ്റ്സ് ഓസിലേറ്റർ. കോൾപിറ്റ്സ് COLPITS കോൾപിറ്റ്സ് ഓസിലേറ്റർ. കോൾപിറ്റ്സ് ഓസിലേറ്റർ തുടങ്ങുന്നത് സിയിലാണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റീവ് ഫീഡ്ബാക്ക്. ഹാർട്ട്ലി ഓസിലേറ്റർ യൂസസ് ഇൻഡക്റ്റീവ് ഫീഡ്ബാക്ക്, കോൾപിറ്റ്സ് ഓസിലേറ്റർ യൂസസ് കപ്പാസിറ്റീവ് ഫീഡ്ബാക്ക്. നമുക്ക് നോക്കാം കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട്സും വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ വർക്കിങ്ങും സർക്യൂട്ടും ഒക്കെ നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു കോൾപിറ്റ്സ് ഓസിലേറ്റർ ചാപ്റ്റർ 3 ആണ്. ആക്ച്വലി അത് ചാപ്റ്റർ 4 ആണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഓസിലേറ്റേഴ്സ്. വാട്ട് ആർ ഓസിലേറ്റേഴ്സ്, വാട്ട് ആർ ദ നെസസിറ്റി ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് ഓസിലേഷൻസ് ആയിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു LC സർക്യൂട്ടിൽ എങ്ങനെയാണ് ഓസിലേഷൻസ് ഡെവലപ്പ് ആകുന്നതെന്നാണ് നോക്കിയത്. ദ തേർഡ് ചാപ്റ്റർ കംസ് ടു ദ റിയൽ സർക്യൂട്ട് ഓഫ് ഹാർട്ട്ലി ഓസിലേറ്റർ. റേഡിയോ റിസീവേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈ ഫ്രീക്വൻസി സൈൻ വേവ് ഔട്ട്പുട്ട് തരുന്ന ഒരു ഓസിലേറ്ററാണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഇൻഡക്റ്റീവ് ഫീഡ്ബാക്കാണ് ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്ക് കോൾപിറ്റ്സ് ഓസിലേറ്റർ നോക്കാം. ഇതാണ് കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ടാണ് ഇതാണ് അതിൻ്റെ ടാങ്ക് സർക്യൂട്ട്. ടാങ്ക് സർക്യൂട്ടിൽ C1 C2 എന്ന് പറയുന്ന 2 കപ്പാസിറ്റർ. ഹാർട്ട്ലി ഓസിലേറ്ററിൽ എന്തായിരുന്നു? L1 L2 എന്ന 2 ഇൻഡക്ടർ ആയിരുന്നു. ഇത് കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ C1 C2 2 കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഇത് കൂടി ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ട്യൂൺഡ് സർക്യൂട്ട് ഓർ LC സർക്യൂട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ട്. എന്താണ് ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്? ഈ ഓസിലേറ്റേഴ്സിനൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടല്ലോ, എന്താണ്? സൈൻ വേവ് ആണ് ഔട്ട്പുട്ട്. അപ്പോൾ ആ സൈൻ വേവിനൊക്കെ എന്തുണ്ടാവും? ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. നമുക്ക് ഏത് ഫ്രീക്വൻസിയിൽ ഒരു സൈൻ വേവ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഇത് വേരിയബിൾ കൊടുക്കുമ്പോൾ നമ്മൾക്കൊരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് കിട്ടുന്നത് നമ്മുടെ സിഗ്നൽ ജനറേറ്ററൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഉപയോഗിക്കാൻ, അതുപോലെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ കൂടുതലും ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ്, മെഗാ ഹെർട്സിലൊക്കെ ഉള്ള സിഗ്നൽസുകളാണ് കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ നിന്നും ഹാർട്ട്ലി ഓസിലേറ്ററിൽ നിന്നും വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് ഇക്വേഷൻ എപ്പോഴും 1/2π√LC തന്നെയാണ്. അതിൽ C ഇത്തിരി വ്യത്യാസമുണ്ട്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1ഉം C2ഉം കൂടി ചേരുന്നതാണ് C1 C2 എന്ന് 1/C = 1/C1 + 1/C2 എന്നുള്ള ഇക്വേഷൻ ചെയ്ത് എടുക്കുമ്പോൾ സിയുടെ വാല്യൂ കിട്ടും. പിന്നീട് നമുക്ക് 1/2π√LC അത്രയും ഹെഡ്സ് ആയിരിക്കും ഔട്ട്പുട്ട് ഫ്രീക്വൻസി. സർക്യൂട്ട് വെരി സിമ്പിളാണ്. നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ പഠിച്ചതുപോലെ. മാത്രവുമല്ല ഈ ആംപ്ലിഫയർ സെഷൻ നമ്മളിപ്പോൾ ഒരുപാട് ഡിസ്കഷൻസ് കഴിഞ്ഞ ഒരു സർക്യൂട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴും കാണാപ്പാടമായിരിക്കണം അത്. എന്താണിത്? ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ടാണ് വിത്ത് ഒരു റേഡിയോ ഫ്രീക്വൻസി കോയിലാണ് കളക്ടർ ലോഡ് കൊടുത്തിരിക്കുന്നത്. R1 R2 എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ ദ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് റെസിസ്റ്റേഴ്സ് ആണ്. R3 എന്ന് പറഞ്ഞാൽ എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ. RC അല്ലെങ്കിൽ അതിന് പകരം കളക്ടർ ലോഡിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഓർ ചോക്ക് RFC കൊടുത്തിട്ടുണ്ട്. C3 ഈസ് ദി ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ. C1 C2 എന്ന് നമ്മൾ ഈ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സർക്യൂട്ട്സിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ C1 C2. C1 എന്ന് പറയുന്നത് നോക്കൂ, C3യുമായി കണക്ട് ചെയ്തിട്ട് കളക്ടറിലേക്ക്, അതായത് ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. C2 എന്ന് പറയുന്നത് നേരെ C4 വഴി ബേസിലേക്ക്, അതായത് ഇൻപുട്ട് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ C1 ഈസ് ഇൻ ദി ഔട്ട്പുട്ട് സർക്യൂട്ട്, C2 ഈസ് ഇൻ ദി ഇൻപുട്ട് സർക്യൂട്ട്. C1ഉം C2ഉം തമ്മിൽ, ഇപ്പോൾ ഔട്ട്പുട്ടിൽ നിന്നും C1 C2 തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസും ഇവിടെ നൽകുന്നുണ്ട്. അടുത്ത 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷന് നൽകും. അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി ഓസിലേഷൻസിൻ്റെ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട്സ് പറയുകയാണ്. ഇപ്പോൾ ഇത് C2 എന്ന് പറയുന്നത് ബേസിനും ഗ്രൗണ്ടിനും എക്രോസ്, അതായത് ഇൻപുട്ട് സർക്യൂട്ടിലും. C1 എന്ന് പറയുന്നത് കളക്ടറിനും ഗ്രൗണ്ടിനും എക്രോസ്, അതായത് ഔട്ട്പുട്ട് സർക്യൂട്ടിലുമാണ്. ഇത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ്, ഫ്രീക്വൻസി ഡിറ്റർമിനിങ് നെറ്റ്വർക്കും എല്ലാമാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഓസിലേഷൻസ് C3, അതിനനുസരിച്ച് C3 എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുന്നു. പിന്നെ ആ ചാർജിങ് അനുസരിച്ചിട്ട് ഈ ഒരു LC1 സർക്യൂട്ടിലൂടെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, അതുപോലെ തന്നെ ആ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി C2ഉം C1ഉം ഒക്കെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണ് ഇവിടെ ഓസിലേഷൻസ് ആവുന്നത്.
അത് ഡാംപ്ഡായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ കൊടുത്ത് ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ആ എനർജി ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ഫീഡ്ബാക്ക് പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഇത് കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ നമ്മൾ പറയും ഫീഡ്ബാക്ക് ഈസ് കപ്പാസിറ്റീവ് ഫീഡ്ബാക്ക്. കപ്പാസിറ്റേഴ്സ് ആയ C1ഉം C2വുമാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കപ്പാസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഹാർട്ട്ലിയിൽ അതിന് പകരം ഒരു Cയും 2 L1 L2 ഇൻഡക്ടർ ആയതുകൊണ്ട് ഇൻഡക്ടറാണ് ഈ ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും പ്രസൻ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മളെ ഇൻഡക്റ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. ഇത് കപ്പാസിറ്റീവ് ഫീഡ്ബാക്കാണ്. ഇനി അത് നമ്മളുടെ ഒരു നോട്ട് പ്രിപ്പറേഷന് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഷോസ് ദ സർക്യൂട്ട് ഓഫ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. ദ ടാങ്ക് സർക്യൂട്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് C1, C2 ആൻഡ് L. When power is on, collector current starts rising and charges the capacitor C1 and C2. When these capacitors are fully charged, it discharges through the coil L1, setting up of oscillations. The oscillations across C2 are applied to the base emitter junction and appears in the amplified form in the collector circuit to supply losses to the tank circuit. ടാങ്ക് സർക്യൂട്ടിൽ മാത്രമായിട്ട് ഓസിലേഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ അത് ഡാംപ്ഡ് ആവും. അതിന് വീണ്ടും വീണ്ടും ഫീഡ്ബാക്ക് എനർജി കിട്ടണം. അപ്പോൾ ഒരു പോർഷനിൽ ഉണ്ടാവുന്ന C2 അക്രോസ് ഉണ്ടാവുന്ന ഓസിലേഷൻസ് ബേസിലേക്ക് അപ്ലൈ ചെയ്ത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ഈ ടാങ്ക് സർക്യൂട്ടിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓസിലേഷൻസ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും, നിലനിർത്താൻ സാധിക്കും. ആംപ്ലിഫിക്കേഷൻ ലെവൽ കുറയാതെ നിലനിർത്താൻ സാധിക്കും. The amount of feedback depends upon the value of C1 and C2. The phase of feedback is correct. The tank circuit containing L, C1 and C2 produces 180-degree phase shift. Further 180-degree phase shift is provided by the transistor. In this way, feedback is properly provided to produce continuous damped oscillations. The frequency of oscillations is given by F is equal to 1/2 pi root of L C, where Ct is equal to C1 C2 by C1 plus C2. C1 C2 by C1 plus C2 അല്ലെങ്കിൽ നമുക്ക് പറയാം 1/Ct is equal to 1/C1 plus 1/C2. അത് ചെയ്തിരിക്കുന്നതാണ് ഇത്. മനസ്സിലായോ? 1/C is equal to 1/C1 plus 1/C2. റെസിസ്റ്ററുകളുടെ സീരീസ് കോമ്പിനേഷനും കപ്പാസിറ്ററുകളുടെ പാരലൽ കോമ്പിനേഷനും ഒരുപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് മറിച്ച് റെഫർ ചെയ്യണം. നമ്മൾക്ക് 1 ഇയർ ആനുവലിൻ്റെ ആണല്ലോ എക്സാം, അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ അതനുസരിച്ചാണ് 2 കപ്പാസിറ്ററുകളുടെ പാരലൽ കോമ്പിനേഷനിൽ സീരീസ് കോമ്പിനേഷനിൽ C1 C2 by C1 plus C2 2 കപ്പാസിറ്റർ മാത്രമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 1/C1 plus 1/C2 plus 1/C3 so on. What is the type of feedback in Colpitts oscillator? അതാണ് ഇവിടെ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക്? ദ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് കപ്പാസിറ്റീവ്. ഇത് ഓർത്തിരിക്കാൻ ഒരു ഹിൻഡ് നമുക്ക് പറയാം. കോൾപിറ്റ്സ് ഓസിലേറ്റർ, സോ C ഈസ് ദ ഫസ്റ്റ് ലെറ്റർ, സോ കപ്പാസിറ്റീവ് ഫീഡ്ബാക്ക്. വേർ ഇൻ ഹാർട്ട്ലി ഓസിലേറ്റർ H ഈസ് ദ ഫസ്റ്റ് ലെറ്റർ, സോ ഇൻഡക്റ്റീവ് ഫീഡ്ബാക്ക്. ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് ഹെൻറി ആണല്ലോ, അപ്പോൾ H കൂടുതലും അപ്പോൾ ഇൻഡക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഫീഡ്ബാക്ക്. ആൻഡ് ഇൻ കോൾപിറ്റ്സ് ഓസിലേറ്റർ ദ ഫീഡ്ബാക്ക് ഈസ് capacitive feedback. Okay, thank you.